ഇസ്രായേൽ പ്രതിരോധ സേനയും ഷിൻബെറ്റും ചേർന്ന് 3 ഹമാസ് തീവ്രവാദികളെ വധിച്ചു. വടക്കൻ സമരിയ പ്രദേശത്ത് ഇസ്രായേൽ വ്യോമസേന വിമാനം നടത്തിയ ആക്രമണത്തിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടില്ല. കിഴക്കൻ ആഫ്രിക്കയിലെ റുവാണ്ടയിൽ പടർന്നു പിടിച്ച് മാർബർഗ് വൈറസ് രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു വൈറൽ ഹെമറാജിക് പനിയാണിത്. റുവാണ്ടയിൽ ഈ വർഷം സെപ്റ്റംബറിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. നിരവധി ആളുകൾ രോഗബാധിതരാണ്. ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം ഇതിനെ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരുന്നു. നമീബിയ വൈസ് പ്രസിഡന്റ് നന്ദിൻ ഡൈത്തുവയെ രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 57% വോട്ട് നേടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥിക്ക് 26% വോട്ടാണ് ലഭിച്ചത്. അതേസമയം സുതാര്യമായ രീതിയിലല്ല തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജോർജിയൻ തലസ്ഥാനമായ ടിബിലിസിൽ ജനകീയ പ്രക്ഷോഭം രൂക്ഷം. ജോർജിയയുടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച ചർച്ചകളിൽ സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്ന് ആരോപിച്ചാണ് പ്രക്ഷോഭം തുടങ്ങിയത്. റാലിയിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നലെയാണ് പാർലമെന്റിന് സമീപമുള്ള ഫ്രീഡം സ്ക്വയറിൽ ജനങ്ങൾ ഒത്തുകൂടി പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ദക്ഷിണ കൊറിയയിൽ നടപ്പിലാക്കിയ പട്ടാള നിയമം പിൻവലിക്കുന്നതായി പ്രസിഡന്റ് യൂൺ സുക് യോൾ. നാഷണൽ അസംബ്ലിക്ക് അകത്തും പുറത്തും നടന്ന കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങി. പ്രഖ്യാപിച്ച 6 മണിക്കൂറുകൾക്കുള്ളിലാണ് പട്ടാള നിയമം പിൻവലിച്ചത്. നാഷണൽ അസംബ്ലിയുടെ അപേക്ഷ പരിഗണിച്ചാണ് പട്ടാള നിയമം പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് യൂൺ പറഞ്ഞു.